സ്വകാര്യ ആശുപത്രി പോലെ പറ്റില്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഫോർമാറ്റ് അതാണ്. ഒരു ആശുപത്രിയിലേക്ക് ഒരു PH സെൻറ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇൻറ്റൻ്റാണ് കൊടുക്കുന്നത്. അടുത്ത വർഷത്തേക്കുള്ള മരുന്നിൻ്റെ ആവശ്യത്തിൻ്റെ ഇൻറ്റൻറ്റ് കൊടുത്ത് അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ടെൻഡർ വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത്. ആ മരുന്ന് സപ്ലൈ എല്ലാ ആഴ്ചയും സപ്ലൈ ചെയ്യുന്നതുണ്ടാവും, എല്ലാ മാസവും ചെയ്യുന്നതുണ്ടാവും, ഒരു കൊല്ലത്തേക്ക് ഒരുമിച്ച് കൊടുക്കുന്നുണ്ടാവും, പലതും ഉണ്ടാവും. അത് മരുന്നിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ്. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനുള്ള നടപടിക്രമങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. ഇത്ര നാൾ ഒരുപാട് നാൾ കുഴപ്പമില്ലാതെ നന്നായി പോയല്ലോ. ഇപ്പം എങ്ങനെ കുഴപ്പം വന്ന്? ഇപ്പം കുഴപ്പിച്ചാണ്. അതാണ് തീർച്ചയായിട്ടും പേടിപ്പിക്കുകയാണ്. ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേടിപ്പിക്കൽ. മനസ്സിലായോ? അതിനാണ് പേടിപ്പിക്കൽ. ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് പേടിപ്പിക്കൽ. ഇതൊക്കെ പുറത്തു വരും. പറയാതിരിക്കുന്നത് എവിടെ പോകും? വരാതെ യാഥാർത്ഥ്യങ്ങളിൽ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത്. ഒരുപാട് സങ്കടങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. നടന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങളാണ്. വീണ്ടും വിഷയാക്കി കൊണ്ടുവരണ്ട. BJP അവിടെ കിട്ടിയ വോട്ടൊന്ന് പരിശോധിച്ചാൽ മതി. BJP CPM-ഉമായിട്ട് ധാരണ ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ വോട്ട്, UDF-ൻ്റെ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് നിർത്തുകയും വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് നിർത്തുകയും ചെയ്തു. അവിടെ LDF-നെ സഹായിക്കാൻ വേണ്ടി, CPM-നെ സഹായിക്കാൻ വേണ്ടി എടുത്ത കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട. മനസ്സിലായി? അത് ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. മതേതരത്വം, സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം, ആമുഖത്തിൽ നിന്ന് എടുത്തു കളയണം എന്ന് പറയുന്ന RSSന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. പുകയോ നീറോ ആളിക്കത്തോ എന്ത് പണി ചെയ്തോട്ടെ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു DGP-യെ വെച്ച് ആ DGP പ്രവർത്തിക്കട്ടെ. അതൊക്കെ അവരുടെ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാനും സ്വാതന്ത്ര്യ സമരമൊന്നും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിലൊരു ഒരു പ്രതീകമായിട്ടാണ് കതർ ധരിക്കുന്നത്. അത് കതർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, കതർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കില്ല, ഒരു 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 നിർബന്ധം ഒന്നും കൊടുക്കില്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിനൊന്നും ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷനും ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല. അവർ ഇഷ്ടമുള്ളത് ചെയ്യും. സംസ്ഥാന സർക്കാരിനെ ഇത്തരത്തിൽ ബോധ്യപ്പെടുത്തുക മാത്രമാണ്. ഇക്കാര്യത്തിൽ വലിയ വിവാദം ആവശ്യമില്ല. അല്ല, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും MP ഗോവിന്ദനും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോണം? എന്തിനാ പേടിപ്പിക്കാൻ പോണം? അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത്, അദ്ദേഹം അവിടുത്തെ ഒരു വിഷയം പറഞ്ഞതാണ്. ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും MP ഗോവിന്ദനും ആ ഡോക്ടർ ഹാരിസിനെ പേടിപ്പിക്കാൻ പോണ്? വരക്കുന്നതിനാ? അതാണ് അതിന് മറുപടി. താങ്ക് യു.